പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവനറൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പെന്തക്കുസ്തായ്ക്ക് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ഷാലോം TV പ്രേക്ഷകർ താല്പര്യത്തോടെ ദൈവാത്മാവിൽ നിറയാൻ ആഗ്രഹിക്കുകയാണ്. നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് ആത്മനിറവാണ്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി രൂപപ്പെട്ടിരുന്നെങ്കിൽ എന്നാണ് നാം എല്ലാം കൊതിക്കുന്നത്. കാരണം ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു വിഷയം മനുഷ്യൻ്റെ മനസ്സ് ഇടിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. മനസ്സിന് പഴയതുപോലെ ബലമില്ലാതെ പോകുന്നു. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റാതെ പോകുന്നു. നമുക്കെല്ലാം വേണ്ടത് ആത്മബലമാണ്. എല്ലാ ഭയങ്ങളെയും അതിജീവിക്കുന്ന ഒരു ഇച്ഛാശക്തിയാണ്. നമ്മളെല്ലാം കൊതിക്കുന്നത് ഈ ജീവിതത്തെ നേരിടാനുള്ള ലക്ഷ്യബോധത്തിന് നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു ആത്മശക്തിയാണ്. മാത്രമല്ല, നാം മറ്റുള്ളവരിൽ നിന്ന് കൊതിക്കുന്നതും ഈ ആത്മനിറവാണ്. ആത്മനിറവുള്ളവരെ തെരഞ്ഞാണ് ലോകം ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ നിറയുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന് സങ്കീർത്തനം 77:10 നമ്മൾ വായിക്കുന്നുണ്ട്. അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം. നമുക്കറിയാം, ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ബൈബിൾ കണ്ടെത്തുന്ന ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ: അത്യുന്നത ശക്തി. പരിശുദ്ധാത്മാവ് വരണം, നമ്മൾ ശക്തി പ്രാപിക്കണം. ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വിതിൻ us. യഥാർത്ഥത്തിൽ നമ്മളെ നമ്മളാക്കുന്നത്, ക്രിസ്ത്യാനിയാക്കുന്നത് ഈ ആത്മനിറവല്ലേ? മറ്റുള്ളവരിൽ നിന്നും എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ വളരെ തനിമയോടെ കാത്തു സൂക്ഷിക്കുന്ന, വ്യത്യസ്തരാക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ് സ്വർഗത്തിൻ്റെ ഈ ശക്തി. അതുകൊണ്ട് ഈ ശക്തിയിൽ നിറഞ്ഞില്ല എങ്കിൽ നമ്മൾ എല്ലാവരെയും പോലെ ആയിപ്പോകും. ദൈവം ആഗ്രഹിക്കുന്നത് നാം പ്രവാചക സന്തതികളാണ്, തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ആത്മശക്തി നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ബൈബിൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കൃത്യമായി നമ്മുടെ ആത്മീയ ജീവിതത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന്, പാപത്തിൽ നിന്ന് മോചിക്കപ്പെടുന്ന യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ നാം നേടിയെടുക്കുന്ന രക്ഷ. എന്നാൽ ക്രിസ്തീയ ജീവിതം ഈ രക്ഷ കൊണ്ട് മാത്രം തീരുന്നതല്ല. 85-ാം സങ്കീർത്തനത്തിൽ അത് ഒരു പ്രാർത്ഥനയാണ്. സങ്കീർത്തകൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: കർത്താവേ, അങ്ങയുടെ ദേശത്തോട് അങ്ങ് കാരുണ്യം കാണിച്ചു, യാക്കോബിൻ്റെ ഭാഗധേയം അവിടുന്ന് പുനഃസ്ഥാപിച്ചു, അങ്ങയുടെ ജനത്തിൻ്റെ അകൃത്യം അങ്ങ് മറന്നു, അവരുടെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യത്തെ പടിയാണ്. ഇതിൻ്റെ ഒരു നാണയത്തിൻ്റെ ഒരു വശം മാത്രമാണ്. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു, തൻ്റെ കുരിശുമരണത്തിലൂടെ നമ്മെ രക്ഷിച്ചു. ഇത് വളരെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. പാപത്തിൽ നിന്ന് നാം മോചിക്കപ്പെട്ടു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന് ഒരു 2ാമത്തെ പദ്ധതിയുണ്ട്. ആ പദ്ധതി 85-ാം സങ്കീർത്തനത്തിൻ്റെ
4-ാം തിരുവചനത്തിൽ സങ്കീർത്തകൻ എടുത്തു പറയുന്നുണ്ട്, ദൈവമേ, ഞങ്ങളെ രക്ഷിച്ച ദൈവമേ, പാപത്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമേ, തീക്ഷ്ണമായ അങ്ങയുടെ കോപത്തിൽ നിന്ന് അങ്ങ് പിന്മാറി, നല്ലതാണ്. പക്ഷേ ഞങ്ങളെ ദൈവമേ നീ പുനരുദ്ധരിക്കണമേ. ദൈവമേ, അങ്ങയുടെ രക്ഷ പ്രദാനം ചെയ്യുന്നത്, അങ്ങയുടെ ജനം അങ്ങിൽ ആനന്ദിക്കുന്നത്, അങ്ങയുടെ നവജീവൻ ഞങ്ങൾക്ക് ലഭിക്കുമ്പോഴാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതം ദൈവ ജീവനിൽ വിലയിക്കപ്പെട്ടതാകണം. ഇത് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമുക്കുണ്ടാകണമെന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പാപം മോചിച്ചു കിട്ടുക എന്നത് മാത്രമല്ല, മറിച്ച് യേശുക്രിസ്തു വന്നു, നമ്മെ രക്ഷിച്ചു, അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി. എന്നാൽ പോയതുപോലെ അവൻ പരിശുദ്ധാത്മാവായി തിരിച്ചു വന്നു. ഉദ്ധിതനായ ക്രിസ്തുവിന് സഭ വിളിക്കുന്ന മറ്റൊരു പേരാണ് പരിശുദ്ധാത്മാവ്. ഈ സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നാം നയിക്കപ്പെടും. ഈ സത്യാത്മാവാണ് നമ്മളെ യഥാർത്ഥത്തിൽ ജെറുസലേമിലും ശമറിയായാലും യൂദയായാലും ലോകത്തിൻ്റെ അതിർത്തികളോളം സാക്ഷ്യമായി മാറാൻ അനുഗ്രഹിക്കും. ഞാനൊരു ഉദാഹരണത്തിലൂടെ വേണമെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്താൻ ശ്രമിക്കാം. അതായത്, ലോകത്തിലെ എല്ലാ മനുഷ്യരും നന്നായി ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ ദൈവം ഈ ഭൂമിയിൽ തന്നിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും, പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യർക്കും നന്നായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ കാര്യം മാത്രമല്ല, മറിച്ച് അച്ചടക്കത്തോടെ, സ്വഭാവ സവിശേഷതയോടെ, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത്, പ്രകൃതിയെ സ്നേഹിച്ച്, പ്രപഞ്ചത്തെ സ്നേഹിച്ച്, ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനെയും സമഭാവനയോടെ കണ്ട്, എല്ലാത്തിനും നീതി പുലർത്തിയൊക്കെ ജീവിക്കാൻ എല്ലാ മനുഷ്യനും സാധിക്കും. നാനാജാതി മതസ്ഥർക്കും ഇത് സാധിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ 10 പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കും. ദൈവത്തോടുള്ള ബന്ധം, മാതാപിതാക്കളോടുള്ള ബന്ധം, സ്വന്തം ജീവിതത്തോടുള്ള വിശ്വസ്തത, സഹോദരനോടുള്ള വിശ്വസ്തത, ഇതെല്ലാം പാലിച്ച് ജീവിക്കാൻ എല്ലാ മതത്തിലുള്ള ആളുകൾക്കും സാധിക്കുന്നുണ്ട്. 10 പ്രമാണം: കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. ഇതെല്ലാം മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം മനുഷ്യനും സാധിക്കുന്നുമുണ്ട് ഒരു പരിധിവരെ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നല്ല ഒരു ഡിസിപ്ലിൻഡ് ലൈഫ്, അച്ചടക്ക ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ ക്രിസ്ത്യാനിയായ എന്നെയും നിന്നെയും ദൈവം തിരഞ്ഞെടുത്തത്? ഒരച്ചടക്കത്തിൻ്റെ ജീവിതം, ക്രമീകൃതമായൊരു ജീവിതം, ടൈം ടേബിളുള്ള ഒരു ജീവിതം, ആർക്കും ദ്രോഹമില്ലാത്ത, ആരുടേതും പിടിച്ചെടുക്കാത്ത, മനുഷ്യൻ്റെ മേൽ മനുഷ്യ സവാരി നടത്തുന്ന ഈ കാലത്ത് മനുഷ്യ സവാരി നടത്താത്ത, മറ്റുള്ളവൻ്റെ ചിതാഭസ്മത്തിൻ്റെ മേൽ സ്വന്തം വീടും സൗധങ്ങളും കെട്ടി ഉയർത്തി അതിൻ്റെ മേൽ ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ജീവിതം സാധാരണഗതിയിൽ മിക്കവാറുമുള്ള ആളുകൾക്കൊക്കെ സാധ്യമാകുന്നുണ്ട്. അവർ ക്രിസ്ത്യാനിയാകണമെന്നില്ല. എന്നാൽ മറിച്ച് ആരാണ് ഒരു ക്രിസ്ത്യാനി? ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അവൻ ഒരു സാക്ഷ്യമാകണമെന്നാണ് ബൈബിൾ നിഷ്കർഷിക്കുക. അതെങ്ങനെയാണ് സാധിക്കുക? അത് സാധിക്കുന്നത് പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വരുമ്പോഴാണ്. എന്താണ് പുതിയ നിയമത്തിൻ്റെ ഈ സാക്ഷ്യം? പുതിയ നിയമത്തിൻ്റെ ഈ സാക്ഷ്യം പഴയ നിയമത്തിലെ 10 കൽപ്പനകളല്ല. ഈ 10 കൽപ്പനകൾ, പഴയ നിയമത്തിൻ്റെ കൽപ്പനകൾ, ലോകത്തിലുള്ള എല്ലാവർക്കും നൽകപ്പെട്ട കൽപ്പനകളാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളിൽ പുതിയ നിയമത്തിനു വേണ്ടി ഈശോ 10 കൽപ്പനകൾ തരുന്നുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുവിൻ, മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിന് തടയരുത്, നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക, നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടു പോകുന്നവനോട് തിരികെ ചോദിക്കരുത്, പിന്നീട് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ അവരോടും പെരുമാറുവിൻ. പിന്നെ പറയുകയാണ്, തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ വായ്പ കൊടുക്കുവിൻ. അപ്പോൾ ഈ 10 കൽപ്പനകൾ പുതിയ നിയമത്തിൽ ഈശോ പഠിപ്പിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം, ഇത്
ജീവിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിച്ചേക്കാം, അച്ഛൻ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ജീവിക്കാൻ പാടാണ്. പക്ഷേ ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നുവെങ്കിൽ ഈശോ നമ്മളോട് ഇത് പറയുകയില്ലായിരുന്നു. ഇത് കുറേ വിശുദ്ധർക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ടതല്ല, എല്ലാ ക്രിസ്ത്യാനികൾക്കും വേണ്ടി എഴുതപ്പെട്ട നിയമങ്ങളാണ്. പുതിയ നിയമത്തിൽ നമ്മൾ ഒരു കരണത്തടിക്കുന്നവന് മറുകരണവും കാണിച്ചു കൊടുക്കണം, ശത്രുക്കളെ സ്നേഹിക്കണം, വായ്പ വാങ്ങിക്കാൻ ഇച്ഛിക്കുന്നവരുടെ അടുത്തു നിന്ന് ഒഴിഞ്ഞു മാറരുത്, നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കണം. അപ്പം ഇങ്ങനെ ഒരു ജീവിതം, ഇത് സ്നേഹത്തിൻ്റെ ജീവിതമാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നാം ശക്തി പ്രാപിക്കും എന്ന് പറയുന്നത് ഇങ്ങനെ ജീവിക്കാനുള്ള ശക്തിയാണ്. ഇതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. ഇങ്ങനെ ജീവിക്കാൻ ക്രിസ്ത്യാനിക്ക് സാധിക്കും. എപ്പോൾ? അവനിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ. അതുകൊണ്ടാണ് 85-ാം സങ്കീർത്തനത്തിൽ, ദൈവമേ അങ്ങയുടെ ജനം അങ്ങയിൽ ആനന്ദിക്കേണ്ടതിന്. വെറുതെ പാപം ക്ഷമിച്ചു കിട്ടിയാൽ മാത്രം പോരാ, ഇതിനു ശേഷം ഒരു ജീവിതമുണ്ട്. ധൂർത്തപുത്രൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അപ്പൻ അവന് മേൽത്തരം വസ്ത്രം കൊടുത്തു. ഈ മേൽത്തരം വസ്ത്രത്തെക്കുറിച്ച് പിതാക്കന്മാർ പറയുന്നത് ദ ബെസ്റ്റ് റോബ് എന്നല്ല, ദ ഫസ്റ്റ് റോബ് എന്നാണ്. ആദ്യമേ അവന് നഷ്ടപ്പെട്ട കൃപയുടെ വസ്ത്രം. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു തൻ്റെ സാദൃശ്യത്തിൽ, രൂപത്തിൽ. ഈ സാദൃശ്യം, ഈ രൂപം, ഇതാണ് മനുഷ്യൻ്റെ ആദ്യ വസ്ത്രം. ഇതാണ് പാപത്തിൽ നഷ്ടപ്പെടുക. യേശുക്രിസ്തു വന്ന് മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. ഇനിയും വേണ്ടത് അവനെ റീസ്റ്റോർ ചെയ്യുക, അവനെ യേശുക്രിസ്തുവുമായി ഐക്യപ്പെടുത്തുക, ദൈവത്തിൻ്റെ കൈക്ക് പിടിച്ച് തോട്ടത്തിലൂടെ ഉലാത്തുന്ന ഒരു സ്വാതന്ത്ര്യം അവന് കിട്ടുക, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അംഗമായി മാറുക, ദൈവത്തിൻ്റെ മകനായി മകളായി മാറുക. ഇതാണ് ഫസ്റ്റ് റോബ്. ഇതാണ് മേൽത്തരം വസ്ത്രമല്ല, ആദ്യ വസ്ത്രം എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, ഇത് കൃപയുടെ ജീവിതമാണ്. ഇതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. ഇത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്കെങ്ങനെ ഈ പരിശുദ്ധാത്മ ശക്തിയിൽ നിറയാൻ പറ്റും? പാപം ക്ഷമിച്ചു കിട്ടി, നല്ലൊരു കുമ്പസാരം നടത്തി എന്നതുകൊണ്ട് മാത്രം ആകുന്നില്ല, മറിച്ച് പുനരുദ്ധരിക്കപ്പെട്ട ഒരു ജീവിതം. നമ്മുടെ ആദി മാതാപിതാക്കൾ അനുഭവിച്ചിരുന്ന ഏദൻ തോട്ടത്തിലെ ആ കൃപയുടെ ജീവിതം, ദൈവത്തിൻ്റെ കൂട്ടായ്മ അനുഭവിച്ച് കൈക്ക് പിടിച്ച് ദൈവത്തോടൊപ്പം നടന്നിരുന്ന, എല്ലാ തരത്തിലും തലങ്ങളിലും സമൃദ്ധി അനുഭവിച്ച ഒരു ജീവിതമുണ്ട്. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് ആത്മനിറവിൻ്റെ ജീവിതമാണ്, ശക്തിയുടെ ജീവിതമാണ്. അവിടെയാണ് നമുക്ക് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ പറ്റുക. മറ്റുള്ളവരെ കൂടി സ്വർഗത്തിലെത്തിക്കുമാറ് ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ നമുക്കാവുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിന് എങ്ങനെ സാധിക്കും? ഏതിനും എന്തിനും ഉത്തരം യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തു എങ്ങനെയാണ് ഈ ലക്ഷ്യം സാധിച്ചത്? അത് മനസ്സിലാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവ് നൽകപ്പെടുക? അതിനുള്ള ഒറ്റ വഴി, ഒരേ ഒരു വഴി എന്ന് പറയുന്നത്, ബൈബിൾ പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന. ഇതിന് കുറുക്കു വഴികളൊന്നുമില്ല. ചോദിക്കുക, ലഭിക്കും. ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അന്വേഷിക്കാൻ തുടങ്ങുക. അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ലെങ്കിൽ മുട്ടുക, തുറക്കപ്പെടുക തന്നെ ചെയ്യും. ലൂക്കായുടെ സുവിശേഷം പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്നാണ് അറിയപ്പെടുക. ലൂക്ക 11-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങളിൽ ഒരു ഉപമയിലൂടെയാണ് ഈശോ ഇത് പറയുക. ഒരു സ്നേഹിതന് മറ്റൊരു സ്നേഹിതൻ വീട്ടിൽ വന്നു. അവനൊന്നും കഴിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ സ്നേഹിതൻ അയാളെ വീട്ടിലിരുത്തിയിട്ട് തൻ്റെ മറ്റൊരു സ്നേഹിതൻ്റെ അടുത്തേക്ക് പോയി. അവൻ്റെ വീട്ടിൽ ചെന്നാൽ തൻ്റെ രാത്രിയിൽ തന്നെ സന്ദർശിച്ച ഈ സ്നേഹിതന് കൊടുക്കാൻ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് കരുതി 3 അപ്പം വായ്പയ്ക്ക് വേണ്ടി പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ കതകടച്ചു, ഗേറ്റ് അടച്ചു, ലൈറ്റെല്ലാം അണച്ചിരിക്കുന്നു. അവിടെ ആരുമില്ല. ആരുമില്ലാത്തൊരു പ്രതീതി. പക്ഷേ അയാൾക്കറിയാം ആളെൻ്റെ ഉള്ളിലുണ്ട്. പുറമേ നിന്ന് നോക്കിയാൽ ആരുമില്ല, ഇരുട്ടാണ്, കതകടച്ചിരിക്കുന്നു എന്ന് തോന്നും. പ്രതീക്ഷയ്ക്ക് വകയില്ല. പക്ഷേ ആ മനുഷ്യൻ വാതിൽക്കൽ നിന്ന് വിളിക്കാൻ തുടങ്ങി, സഹോദര, സ്നേഹിത. കുറേ വിളികൾ, ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ മെല്ലെ അകത്ത് നിന്ന് മറുപടി, ദയവായിട്ട് ശല്യം ചെയ്യരുത്, കതകടച്ചു കഴിഞ്ഞു. അവനറിയാം കതകടച്ചിരിക്കുകയാണെന്ന്. പക്ഷേ അയാൾ ഈ നിർബന്ധം നിർത്താൻ തയ്യാറായില്ല.
വീണ്ടും നിർബന്ധിച്ചു. അയാളുടെ നിർബന്ധം ഒരലട്ടലായപ്പോൾ സഖി കെട്ടിട്ട് അയാൾ പറഞ്ഞു, കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റൊന്നും തരാൻ നിനക്ക് പറ്റില്ല, പോ. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഏത് വശത്തു നിന്നാണ് ഇയാൾ പറയുന്നതെന്ന്. മെല്ലെ അയാൾ ഗേറ്റൊക്കെ തുറന്ന് മുറ്റത്ത് പ്രവേശിച്ച് എവിടെയാണോ ഈ മനുഷ്യൻ കിടന്നത് ആ വശത്ത് വന്നിട്ട് ജനലിൻ്റെ അടുത്ത് വന്നിട്ട് മെല്ലെ ചോദിക്കാൻ തുടങ്ങി, സഹോദര 3 അപ്പം വായ്പ തന്നേ പറ്റൂ. യാത്രാമധ്യ ഒരു സ്നേഹിതൻ എന്നെ സന്ദർശിച്ചു. അവന് കൊടുക്കാനൊന്നുമില്ല, ദയവായി നീ എനിക്ക് 3 അപ്പം തരണം. സാക്ഷി കെട്ട് ഈ മനുഷ്യൻ എഴുന്നേറ്റു. ബൈബിളിൽ ഈശോ പറയാണ്, ഈ മനുഷ്യൻ സ്നേഹിതൻ എന്ന നിലയിലൊന്നും കൊടുക്കില്ലെങ്കിൽ തന്നെയും നിർബന്ധം മൂലം അവന് വേണ്ടുന്നത് കൊടുത്തില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ നിർബന്ധിച്ച് പ്രാർത്ഥിച്ചാൽ സ്നേഹവാനായ സ്വർഗസ്ഥ പിതാവ് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പ്രിയപ്പെട്ടവരെ, ദുഷ്ടരായ മാതാപിതാക്കൾക്ക് മക്കൾ അപ്പം ചോദിച്ചാൽ, മക്കൾ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കില്ല, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കില്ല. നല്ല കാര്യങ്ങൾ കൊടുക്കാൻ ദുഷ്ടർക്ക് പോലും അറിയാമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ, ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനത്തിൽ ഈശോ ഇങ്ങനെ പറയുകയാണ്, ഉറപ്പിച്ചു പറയുകയാണ്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ദൈവം ആത്മാവിനെ അളന്നല്ല നൽകുന്നത്, സമൃദ്ധമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകുക. ഒറ്റ കാര്യമേ ഉള്ളൂ, ചോദിക്കണം. ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അന്വേഷിക്കണം, വീടിന് ചുറ്റും നടക്കണം. കാലുതേയും അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ലെങ്കിൽ മുട്ടണം. ഇത് ഈശോ പറയുന്നത് വെറുതെ അങ്ങ് പറഞ്ഞു പോയതല്ല. ഈശോയുടെ ജീവിതത്തിൽ അതുതന്നെ ഈശോ ചെയ്തു. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരവുമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. ഈശോ 11-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്ന കാര്യം ഈശോയുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. നമുക്കതിനെ ഭാവനയിൽ ഇങ്ങനെ കണ്ടാൽ, യോർദാന്റെ നദീതീരത്ത് സ്നാപകയോഹന്നാൻ നിൽക്കുകയാണ്. വളരെ നീണ്ട ഒരു ക്യൂ, നീണ്ട ഒരു നിര, പാപികളെല്ലാം വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞു അവിടെ സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയും വന്ന് ഈ നിരയുടെ അങ്ങേയറ്റത്ത് നിൽക്കുമ്പോൾ ലൂക്ക പറയുകയാണ്, വെറുതെ അവൻ നിൽക്കുകയായിരുന്നില്ല, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ക്യൂ നിൽക്കുമ്പോഴും ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അവൻ പ്രാർത്ഥിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചതെന്ന് അടുത്ത വചനത്തിൽ എഴുതുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. അപ്പോൾ അവൻ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്? അവൻ ചോദിച്ചുകൊണ്ടേയിരുന്നു, ചോദിച്ചിട്ട് കിട്ടാത്തപ്പോൾ അവൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു, അന്വേഷിച്ചിട്ടും കിട്ടാത്തപ്പോൾ അവൻ മുട്ടിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. എന്തിറങ്ങി? പരിശുദ്ധാത്മാവ് ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹായുടെ പരസ്യ ജീവിതം ഈശോ ആരംഭിച്ചത് ഈ ചോദ്യത്തിലാണ്, ഈ അന്വേഷണത്തിലാണ്, ഈ മുട്ടലിലാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിറങ്ങി ഈശോയിൽ നിറയുന്നത് കണ്ട് സ്നാപകൻ ചോദിച്ചു, നീ എൻ്റെ അടുത്തേക്ക് വന്നോ? ഞാനല്ലേ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടത്? ഉടനെ ഈശോ പറയുകയാണ്, ഇപ്പോൾ ഇത് അനുവദിക്കുക. അങ്ങനെ സർവനീതിയും പൂർത്തീകരിക്കപ്പെടണം. സർവനീതി എന്താണ് ഈ സർവനീതി? ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി അറുക്കപ്പെടേണ്ട കുഞ്ഞാട് ഞാനാണ്. സ്നാപകനെ, നീ എന്നെ എടുത്ത് ഈ വെള്ളത്തിലിടണം. പുതിയ നിയമത്തിലെ യോന ഞാനാണ്. നമുക്കറിയാം യോനയുടെ കഥ. കടൽ മുഴുവൻ ഇളകി വശായി. കടൽ പ്രപഞ്ചത്തിൻ്റെ അടയാളമാണ്. പ്രപഞ്ചം മുഴുവൻ പാപത്താൽ തിരയിളകിക്കൊണ്ടിരിക്കുമ്പോൾ യോനായ്ക്ക് മനസ്സിലായി, ഈ കടൽ ശാന്തമാകണമെങ്കിൽ എന്നെ എടുത്ത് ഈ വെള്ളത്തിലിടണം. ഈശോയും ഇതുപോലെ പറഞ്ഞു, ഈ ജനത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ മോചിക്കപ്പെടാൻ ഞാൻ ഈ വെള്ളത്തിൽ വീഴണം. ഇതാണ് സർവനീതി.
ദൈവത്തിൻ്റെ നീതി ഇതാണ്. ലോകത്തിൻ്റെ സകല പാപങ്ങൾക്കും വേണ്ടി തൻ്റെ ഏകമകൻ മരിക്കണം. ഇതറിഞ്ഞ സ്നാപകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എങ്ങനെയാണ് ഈശോയ്ക്ക് ഈ ബോധ്യം വന്നത്? പരിശുദ്ധാത്മാവ് കൊടുത്തു. എങ്ങനെ? ഈശോ ചോദിച്ചു, ഈശോ അന്വേഷിച്ചു, ഈശോ ഒടുവിൽ കണ്ടെത്തി. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ നമ്മൾ വേണമെങ്കിൽ ചോദിച്ചേക്കാം, യഥാർത്ഥത്തിൽ ഈശോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആളായിരുന്നില്ലേ? ഈശോ പരിശുദ്ധാത്മാവിലാണ് ജനിച്ചത്. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയോടും പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഈശോ ജനിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിനാൽ ജനിച്ച ഈശോ പക്ഷേ പരിശുദ്ധാത്മാവിൽ വളരാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ രഹസ്യങ്ങൾ അറിയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഈശോ ജീവിതത്തിൽ കാണിച്ചു തന്ന വഴി നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരമാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ മാമോദീസായിൽ ജനിച്ചവർ വീണ്ടും നിരന്തരം ഈ ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം, അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, മുട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് സ്വർഗം തുറക്കപ്പെടുക. സ്വർഗം തുറന്നു കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടാകും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കും. പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ നമുക്ക് നൽകപ്പെടുന്നത് എന്തിനാണെന്നറിയാമോ? ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ബലിക്കുഞ്ഞാടുകളായി തീരാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഒരു ആനന്ദം കിട്ടാൻ, ഒരു സമാധാനം കിട്ടാൻ. ആയിക്കോട്ടെ, ആനന്ദവും സമാധാനവും വിശ്വസ്തതയും നന്മയും ക്ഷമയും ദൈവഭക്തിയും ദൈവഭയവും ജ്ഞാനവും അറിവുമെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാണ്, നല്ലതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുവിശേഷത്തിൻ്റെ ഏറ്റവും ഒടുവിലാണ് പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് നൽകുക. ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. മറിച്ച് ഈശോ ഈ ലോകത്തിൻ്റെ ശുശ്രൂഷയെല്ലാം സമാപിപ്പിച്ച് മടങ്ങുന്നതിന് തൊട്ടു മുൻപ് ശിഷ്യന്മാരെ വിളിച്ച് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. എന്തുകൊണ്ടാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാനം ശിഷ്യന്മാർക്ക് ഇത് കൊടുത്തിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തരുന്നത്, ഈ കാലയളവിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടൊരുങ്ങി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവിനെ എന്തിനാണ് ദൈവം നമുക്ക് തരുന്നത്? പ്രിയപ്പെട്ടവരെ, മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആത്മാവിൻ്റെ ശക്തി. നിങ്ങൾ എനിക്ക് സാക്ഷ്യമാകാൻ വേണ്ടിയിട്ടാണ് ഈ ആത്മാവിൻ്റെ ശക്തി. ഈ സ്നേഹത്തിൻ്റെ 10 കൽപ്പന ജീവിച്ച് സാക്ഷ്യമാകാൻ വേണ്ടി, അങ്ങനെ ലോകം മുഴുവനും യേശുവാണ് ഏകരക്ഷകൻ, ദൈവമാണ് നമ്മുടെ ഒരേ ഒരു പിതാവ് എന്ന ബോധ്യം ജനതകൾക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത് എന്തിനാണ്? സുഭാഷിതങ്ങൾ 24:11 പറയും, കൊലയ്ക്ക് കൊണ്ടുപോകുന്നവരെ മോചിപ്പിക്കുക, കൊലക്കളത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുക. ഞാനിത് അറിഞ്ഞില്ല എന്ന് നീ പറഞ്ഞാൽ തന്നെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ സത്യം ഗ്രഹിക്കുന്നില്ലേ? നിന്റെ ആത്മാവിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ അത് അറിയുകയില്ലേ? അവിടുന്ന് പ്രവർത്തിക്കത്തക്ക പ്രതിഫലമല്ലേ നൽകുക? അവിടുന്ന് പ്രവർത്തിക്കത്തക്ക പ്രതിഫലമല്ലേ നൽകുക? പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ മുൻപിൽ ഒരൊറ്റ പ്രവൃത്തിയേ ഉള്ളൂ. അവിടുന്ന് പ്രവർത്തിക്ക് തക്ക പ്രതിഫലം നൽകും. എന്താണ് പ്രവൃത്തി? കൊലക്കളത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ആയിരങ്ങളുണ്ട് ഈ ഭൂമിയിൽ. അനേകരുടെ ജീവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചീഞ്ഞ പദാർത്ഥം പോലെ അനേക ആത്മാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ മോചിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ ആത്മനിറവ്, ആത്മശക്തി. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നു. ഉത്ഥാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ഉള്ള രംഗമാണ്. ഇങ്ങനെ വായിക്കുന്നു,
യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലിയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 17-ാം വാക്യത്തിൽ അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. അടുത്ത വാക്ക് അവർ അവനെ സംശയിച്ചു. മലയാളത്തിൽ എന്നാൽ ചിലർ അവനെ സംശയിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ. ഇംഗ്ലീഷിൽ നിന്നായിരുന്നല്ലോ ട്രാൻസ്ലേഷൻ. എന്നാൽ യഥാർത്ഥത്തിൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവനെ കണ്ടപ്പോൾ, ഉദ്ധിതനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു, അവർ അവനെ സംശയിച്ചു. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരു മനുഷ്യനിൽ തന്നെ വിശ്വാസവും വരും, സംശയവും വരും. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഇരുവശങ്ങളാണ്. നമുക്ക് സംശയം ഉണ്ടാകും, നമുക്ക് സന്ദേഹങ്ങളുണ്ടാകും, നമുക്ക് വിശ്വാസവും ഉണ്ടാകും. പക്ഷേ നമ്മൾ എന്താണ് കാണുന്നതെന്നറിയാമോ? ഈശോ 2 മനോഭാവമുള്ളവരോടും ശിഷ്യരോടും പറയുകയാണ്, പൊക്കോണം, പോയി എൻ്റെ സുവിശേഷം പറഞ്ഞോണം. ലോകമെങ്ങും പോയി സുവിശേഷം പറഞ്ഞു. സംശയിക്കുന്നവനും പൊക്കോണം, വിശ്വസിക്കുന്നവനും പൊക്കോണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ തരുന്നത് സംശയമൊക്കെ ഉണ്ടാകും, പക്ഷേ ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. യുഗാന്തം വരെ അവൻ നമ്മോടൊപ്പമുണ്ട്. അതിന് ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ നിറയട്ടെ. കൂടുതൽ ശക്തിയോടെ അനേകരെ നേടിയെടുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയും. ആത്മാക്കളെ എത്രമാത്രം നേടിയെടുക്കാമോ അത്രമാത്രം നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറയാനാകും. അതിനുവേണ്ടി നമുക്കൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട നാഥ, ഞങ്ങളുടെ മേൽ വരണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ലോകത്തിൻ്റെ അതിർത്തികളോളം സുവിശേഷം അറിയിക്കാനുള്ള വലിയ വിളിയാണ് അങ്ങയുടെ ആത്മനിറവ്. ഈ ആത്മശക്തിയാൽ അനേകരെ നേടിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ. സ്വർഗം ഞങ്ങളിൽ പ്രീതിപ്പെടട്ടെ. സ്വർഗത്തിൻ്റെ പ്രീതി ആത്മാക്കളുടെ രക്ഷയാണ്. ആത്മാക്കൾക്ക് വേണ്ടി ബലിയായിത്തീരുവാൻ, ഞങ്ങളിൽ സ്വർഗം സംപ്രീതരാകുവാൻ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ തന്നെ ആമേൻ.